പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മുടെ ടാറ്റയുടെ KSRTC ആണ് കൊണ്ടുവന്നത്. ഇന്ന് പിന്നെ പിഞ്ചാനാണ് ഈ ടാറ്റയുടെ KSRTC ഓടിക്കുന്നത്. എടാ പിഞ്ചാനെ, നീ ഓടിക്കില്ലേ? ആണ്ണ, ഇതൊക്കെ ഞാൻ ഓടിച്ചോളാം. ഇതൊക്കെ ഓടിക്കാനായിട്ട് എന്തൊട്ട് പാടല്ലേ? എടാ പിഞ്ചാനെ, ഇത് നീ വിചാരിക്കണ പോലല്ല. ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാ. ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമില്ല. ഇതൊന്നും വലിയ വിഷയമുള്ളൊക്കെ ആയിരുന്നില്ല. ഇതൊക്കെ ഞാൻ ഓടിച്ചോളാം. ഈ വണ്ടി 200-ന്റെ മേലെ പോവില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, വണ്ടി എടുത്തോ. ഇനി എന്താ ഉണ്ടാവാന്ന് നമുക്ക് നോക്കി നോക്കാം. അണ്ണാ, ഇതെന്തത്? ഈ വണ്ടി നീങ്ങണില്ലല്ലോ. എനിക്ക് തോന്നണതേ ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിന്നാ. ഈ വണ്ടി നീങ്ങണില്ല. എടാ മണ്ട, അതിന് നീ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നീ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യ്, എന്നാലേ വണ്ടി നീങ്ങുള്ളൂ. അയ്യോ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലേ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇവിടെ ഞാനിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ആൾക്കാരെ പോയിട്ട് പിക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കല്ലേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്ക്, തമ്പനയിലിടാനാ. ആണ്ണ, ഇപ്പം എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു പെട ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആടാ ഷിൻചാനെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പിന്നെ പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ബാലിക് പാപ്പനാ, അങ്ങനെ എന്തോ ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ. എടാ പിഞ്ചാനെ, നീ ഇപ്പോൾ സ്പീഡിലൊന്നും പോവണ്ട. അതിനൊക്കെ സമയമുണ്ട്. അന്നേരം സ്പീഡിൽ പോയാൽ മതി. ഇവിടെ നിന്ന് ഇനി നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകണ്ടേ. അണ്ണ, ഇതൊരു നല്ല വഴിയാ. നമുക്ക് ഇവിടെ നിന്ന് സ്പീഡിൽ പോയാലോ? എന്ത് പറയണു? ഇവിടെ വെച്ചിട്ട് വേണോ? ഇവിടെ നീ സ്പീഡിൽ പോവണ്ട. മുന്നിലെ വളവൊക്കെ വരുന്നുണ്ട്. എടാ പിഞ്ചാനെ, ഞാൻ പറയാം, അന്നേരം നീ സ്പീഡിൽ പോയാൽ മതി. ഇവനല്ലാണ്ട് തന്നെ നല്ല സ്പീഡിൽ പോവുണ്ട്. ഇപ്പം അത് 140 കടന്നു. എടാ പിഞ്ചാനെ, ഈ വഴി വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡിൽ വിട്ടോ. നമുക്കിനി ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം. എടാ ഷിൻചാനെ, നീ ആ മീറ്ററിൽ നോക്കി നോക്കിയേ എത്ര സ്പീഡിലാണ് പോണെന്ന്. ആണ്ണ, ഞാൻ നോക്കാം. ഇപ്പം അത് 160 കടന്നു, 70 കടന്നു, 80 കടന്നു. ഈ വണ്ടി 200-ന്റെ മേലെ പോവില്ലേ? ഇപ്പം അത് 200 കടന്നു. എടാ ഷിൻചാനെ, ഇത് 200 കടക്കും. 230 തോന്നുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ആണ്ണ, ഇപ്പം അത് 230 കടന്നു. എടാ പിഞ്ചാനെ, നീ നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി. നീ മീറ്ററിൽ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ അത് 240 കടന്നു കേട്ടാ. 240 ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഓ, ഇവിടുത്തെ ലോഡിങ് മാപ്പായി. ഷേ, എടാ പിഞ്ചാനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ പോയാൽ മതി. ഇനി അധികം സ്പീഡിൽ പോവണ്ട. എടാ പിഞ്ചാനെ, പതുക്കെ പോടാ. നമുക്കിനി ചാവാനായിട്ട് താല്പര്യമില്ല. എടാ നീ എന്നിട്ട് കാണിക്കണേ. അയ്യോ, ഈ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇല്ലേ? ഓ, ഇതിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ പൊന്നിടാവേ. അണ്ണാ, അതെ, ഇന്നാളെ വൻ മര്യാദയ്ക്ക് ഓടിച്ചല്ലോ. മറ്റേ KSRTC ലോ ഫ്ലോർ ബസ്സില്ലേ, അത് വൻ മര്യാദയ്ക്ക് ഓടിച്ചു. 1% പോലും ഹെൽത്ത് കുറച്ചിട്ടില്ല. എടാ ഷിൻചാനെ, അതെ, ആ വണ്ടിയിൽ തീരെ സ്പീഡ് ഉണ്ടായിരുന്നില്ല. തീരെ സ്പീഡും ഇല്ല, പിക്കപ്പും ഇല്ല. അതുകൊണ്ടാണ് അവൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചത്. ഈ വണ്ടി പക്ഷേ അങ്ങനെയല്ല. ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാ. നീ വിചാരിക്കണ പോലെയല്ല. എൻ്റെ അമ്മച്ചി, നടുഒടിഞ്ഞു. എടാ ഷിൻചാനെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്ക്. നമുക്ക് ഇതങ്ങ് തമ്പനയിലിടാം. ഗൈസ്, വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. 83% ഹെൽത്ത് ഉണ്ട്. അപ്പോഴും വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് പോവുണ്ട്. ഇപ്പോൾ അത് 241 പോണേ. ഒരു വട്ടം കിട്ടിയാലൊന്നും മതിയാവില്ല. പിഞ്ചാന്ത് ഇപ്പോഴും നല്ല സ്പീഡിൽ പോവുക. ഇത് പിന്നെ ഗവൺമെൻറ് വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വലിയ സീനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അവർ ഇപ്പോഴും സേഫ് തന്നെയാണ്. എടാ പിഞ്ചാനെ. ഓക്കെ ഗേസ്, നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി കണ്ടിട്ടാ.
ഇപ്പോൾ 52% മാത്രമേ ഹെൽത്ത് ഉള്ളൂ. അതുകൊണ്ട് വണ്ടി വലിയ സ്പീഡിൽ പോണില്ല. 91 പോണേ. പിഞ്ചാനവിടെ ആക്സിലേറ്ററുമ്പോൾ ചവിട്ടി പിടിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വണ്ടി സ്പീഡിൽ പോണില്ല. വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി അങ്ങ് റിപ്പയർ ചെയ്യണം, അല്ലാണ്ട് ശരിയാവില്ല. ഇവിടെ അടുത്താണെങ്കിൽ വർക്ക്ഷോപ്പൊന്നും കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടി മുമ്പിലേക്ക് ചെന്ന് നോക്കി നോക്കാം. എന്നാലും എൻ്റെ പിഞ്ചാനെ, നീ ആള് കൊള്ളാം കേട്ടാ. വണ്ടിയുടെ പരിപ്പങ്ങ് എടുത്തോലോ. എന്തെങ്കിലും ആവട്ടെ, നമുക്കത് റിപ്പയർ ചെയ്യാം. ഓക്കെ ഗേസ്, ഇവിടെ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ എത്തിയേക്കാണ്. എടാ പിഞ്ചാനെ, ലെഫ്റ്റ് എടുക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് വണ്ടി നിർത്ത്. നമുക്കിനി ഈ വണ്ടി ഇങ്ങ് റിപ്പയർ ചെയ്യാം. ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് 25 റുപ്പീസാ. 25 റുപ്പീസ് ഇവിടുത്തെ കറൻസിയാണ്. അത്യാവശ്യം പൈസ ചിലവായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി എങ്ങനെ റിപ്പയർ ആയിട്ടുണ്ട്. എടാ പിഞ്ചാനെ, ഇനിയെങ്കിലും നോക്കിയും കണ്ടു പോ. ആ അണ്ണാ, ഞാൻ നോക്കിയും കണ്ട് പൊക്കോളാം. ആ, ഇതന്നെയാണ് നീ നേരത്തെയും പറഞ്ഞേ. ഇവിടെ പിന്നെ മുമ്പിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. എല്ലാത്തിനും ഇങ്ങ് ഓവർടേക്ക് ചെയ്തോ. മുന്നിൽ നിന്ന് വരെ വണ്ടിയൊന്നും വരുന്നില്ല. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്ക്. നമ്മുടെ സ്ഥലം എത്താറായിട്ടാ. ഇനി അധികം ദൂരമില്ല. ആടെ പിഞ്ചാനെ, നമ്മൾ സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്ക്. സോറി, ലെഫ്റ്റ് എടുക്ക്. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കാണ്. വണ്ടി നമ്മൾ റിപ്പയർ ചെയ്തു, പക്ഷെ കഴുകിയിട്ടില്ല. ഇത് നമുക്ക് പിന്നെ കഴുകാം. ഇവിടെ പിന്നെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടാ. അവരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.